ഇവൻ അധർമ്മത്തെ ധർമ്മമായി കണ്ടു. ആ അധർമ്മത്തെ ധർമ്മമായി കണ്ട് അതിനെ കൊണ്ട് നടന്ന വിപരീത ബുദ്ധിയിൽ ജീവിച്ച് സ്വയം ഡിസ്ട്രക്റ്റീവായി മറ്റുള്ളവരെയും ഡിസ്ട്രോയ് ചെയ്യുന്ന ആ നെഗറ്റീവ് മൈൻഡ് ഉള്ളവരെയാണ് ആര്? താമസം. ഈ രാജസികവും താമസികവും വ്യത്യാസം എന്താ വെച്ചാൽ, രാജസികമായ ആളുകള് അവരുടെ ഉത്തരവാദിത്വം ചെയ്യില്ല എന്നുള്ളൂ. ഇവരതല്ല, ഇവരുടെ ഉത്തരവാദിത്വം ഇവർ ചെയ്യാണ്. തമോ ഗുണക്കാരൻ എങ്ങനെ? ഡിസ്ട്രക്റ്റീവായി. ഈ തമോ ഗുണക്കാരൻ എപ്പോഴും മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവൻ സ്വയം നശിക്കും. ഈ ടെററിസ്റ്റുകളുടെ ഇടയിലുണ്ടല്ലോ, എന്താണ്, സെൽഫ് ബേസ്റ്റ് ചെയ്ത് കുറെ ആളുകൾ മറ്റുള്ളവരെ കൊല്ലുന്ന, അങ്ങനെ കുറെ ബോംബ് ചെയ്യുന്ന ആളുകൾ. അവൻ മരിക്കാൻ തയ്യാറാണ്. പക്ഷെ അവന്റെ വിചാരം ഇതാണ് ശരി. അവന്റെ ആ റിലീജിയൻ അവനെ പഠിപ്പിച്ചിരിക്കുക. അപ്പൊ സ്വയം ഡിസ്ട്രക്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് മറ്റുള്ളവരെയും നശിപ്പിക്കുന്ന ആ ഒരു പീസ് ഓഫ് മൈൻഡ് എല്ലാവരുടെ ഉള്ളിൽ നിന്നും എടുത്തു കളയുന്ന ആ ആറ്റിറ്റ്യൂഡുള്ള പ്രവൃത്തി ചെയ്യുന്ന ബുദ്ധിയുടെ പേരാണ് വളരെ താമസികം. ഇത് ഇവരുടെ ടെററിസ്റ്റുകളുടെ കയ്യിൽ മാത്രമല്ല, ചില നമ്മുടെ കുട്ടികൾ പോലും വളരെ അരോഗന്റ് ആയിട്ട്, വയലന്റ് ആയിട്ട്. അപ്പൊ നോക്കൂ, ഈ മൊബൈൽ അഡിക്ഷൻ ഒക്കെ കൂടി പാരന്റ്സിനൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടികളുണ്ട്, വലിയ പ്രശ്നം. അതുപോലെ ഡ്രഗിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ആ കുട്ടിയെ കൊണ്ടുവരൽ അത്ര എളുപ്പമാണ്. അതിൽ തന്നെ മൈൻഡ് വെച്ച് പിന്നെ അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം അവനെ ഡിസ്ട്രോയ് ചെയ്യും, അവന്റെ കുടുംബത്തെയും. എത്ര കേരളത്തിൽ ഇത് കൂടി വരികയാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, പത്രത്തില് ഭയങ്കരമായിട്ട് കൂടി വരിക. ധാരാളം കുട്ടികൾ, പെൺകുട്ടികൾ അതിൽ അടിമപ്പെട്ടിരിക്കുക. ഈ തരത്തിൽ സ്വയം നശിച്ചും മറ്റുള്ളവരെ നശിപ്പിച്ചും അധർമ്മത്തിനെ, ഈ തെറ്റായ ജീവിതത്തെയാണ് ധർമ്മമായി, ഇതാണ് ജീവിതം എന്ന് കരുതുന്ന ഒരു തരം ആറ്റിറ്റ്യൂഡുള്ള ബുദ്ധിയുള്ള ആളുകളെയാണ് കൃഷ്ണൻ താമസിക്കുന്നത്. നമുക്ക് ആ താമസിക ബുദ്ധി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കും പ്രശ്നമാണ്, മറ്റുള്ളവർ. രാജസിക ബുദ്ധിയുള്ളവൻ അവനൊരു കാര്യം ചെയ്യില്ല എന്നുള്ളൂ, അവനത് തിരിച്ചു തെറ്റായി മനസ്സിലാക്കും. അവൻ അർജുനനെ പോലെയാണ്, ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കുക. ഇവൻ ഡിസ്ട്രക്റ്റീവാണ്. ആര്? താമസക്കാരൻ. എന്നാൽ സാത്വിക് ബുദ്ധിയുള്ളവനോ, അവൻ കുറെ കൂടി കാര്യങ്ങളെ കുറിച്ചും ബന്ധമോക്ഷങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിമിഷവും തന്റെ വർക്ക് എൻജോയ് ചെയ്യും, മറ്റുള്ളവർക്കും തന്റെ സന്തോഷത്തിനെ പകർന്നു കൊടുക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡ്. ഈ 3 വേരിയേഷൻസ്, വേരിയൻ മൈൻഡ് ഏതൊക്കെയാണ്? സാത്വിക് ബുദ്ധി, രാജസിക ബുദ്ധി, താമസിക ബുദ്ധി. അർജുന, നാം ഇതിലേതിനെ നേടണം? ആ സാത്വിക് ബുദ്ധി നേടണം. ഇനി അടുത്ത 3 ഏതായിരിക്കും? ധൃത്യായയാധാരയതേ മനഃപ്രാണേന്ദ്രിയ ക്രിയാ യോഗേന വ്യഭിചാരിണ്യാ ധൃതി സാ പാർത്ഥ സാത്വികീ. ധൃതി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ, ഫോർട്ടിറ്റ്യൂഡ്. ഒരാളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയാണ് ധൃതി എന്ന് പറയുന്നത്. ധൃതി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ധൃതിയല്ല, ധൃതിപ്പെടരുത് എന്ന്. ഏത്? വെപ്രാളം. മലയാളത്തിൽ ധൃതി പറഞ്ഞാൽ വെപ്രാളപ്പെടാതിരിക്കുക. ഇവിടെ സംസ്കൃതത്തിൽ ധൃതി പറഞ്ഞാൽ ഒരു കാര്യത്തിലുള്ള ഡിറ്റർമിനേഷൻ, ഒരു തീരുമാനമെടുക്കാനുള്ള സ്കില്ലിനെ, ഒരാളുടെ ആ ഒരു കോൺഫിഡൻസിനെ വിളിക്കുന്ന പേരാണ്, ഫോർട്ടിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ്, ആ ഒരു ഡിറ്റർമിനേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ധൃതി. അപ്രകാരം ആർക്കാണോ ധൃത്യാധാരയതേ, ആരാണോ ജീവിതത്തെ കുറിച്ച്, ജീവിതം എനിക്ക് ഡെവലപ്പ് ചെയ്യണം, അതിനെന്ത് വേണം? മനഃപ്രാണേന്ദ്രിയ ക്രിയ. ഏതൊക്കെ ഉണർത്തണം? മനസ്സിനെയും പ്രാണനെയും ഒക്കെ ഒന്ന് ഉയർത്തണം. അപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ഇത്ര മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഒരു ലതാർജിക്കായിട്ടല്ല, രാവിലെ തന്നെ കുറച്ചു നേരം ഇരുന്ന് പ്രാണായം. അപ്പൊ നമുക്ക് അറിയണം രാവിലെ തന്നെ നമ്മൾ ഇത്തിരി ലതാർജിക്കണം. അപ്പൊ മനസ്സിനെ ഒന്ന് എന്ത് ചെയ്യണം? ബോഡി മൈൻഡ് ഒക്കെ ഒന്ന് ഉണർത്തണം. അതിന് നമ്മൾ തമോ ഗുണം മാറണമെങ്കിൽ രജോ ഗുണം. അപ്പൊ രജോ ഗുണം കൂട്ടാനാണ് കുറച്ചു നേരം ഇരുന്ന് പ്രാണായാമം, കുറച്ച് എക്സസൈസ്, യോഗ, ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് മൈൻഡ് ഒന്ന്
എനർജറ്റിക് ആയി കഴിഞ്ഞാൽ, ലെഥാർജി പോയി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? ആ മൈൻഡിനെ ഫോക്കസ് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ ആ ഫോക്കസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോങ് ഓം ഒക്കെ ചൊല്ലുന്നത്. അങ്ങനെ കുറച്ചു നേരം ഓംകാരം ചൊല്ലി പിന്നെ നമ്മൾ അടുത്തത് മൈൻഡിനെ ട്രെയിൻ ചെയ്യണം. ഞാൻ ചെയ്യുന്ന കാര്യം മൈൻഡ് എൻജോയ് ചെയ്യും. അപ്പൊ എൻജോയ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രം അതിലങ്ങനെ കുറച്ചു നേരം ലയിച്ച് ആ മന്ത്രത്തിൽ അങ്ങനെ ഒഴുകി ലയിച്ച് മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുക. അങ്ങനെ ഒരു ഡിറ്റർമിനേഷനോടുകൂടി ഒരാൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്രമേണ അയാളെ മൈൻഡ് ട്രെയിൻഡ് ആവും. അങ്ങനെ ആരാണോ യോഗേന എന്ന് പറഞ്ഞാൽ അർത്ഥം നിരന്തരമായ, യോഗ എന്ന അർത്ഥത്തിലല്ല ഇവിടെ കൃഷ്ണൻ പറയുന്നത്, നിരന്തരമായ അഭ്യാസം, പ്രാക്ടീസ്. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ അങ്ങനെ ഒരു ലെവലിലേക്ക് മൈൻഡ് എത്തുള്ളൂ. അവ്യഭിചാരിണ്യ, അവ്യഭിചാരി എന്ന് പറഞ്ഞാൽ ഈ വ്യഭിചാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളത്ത് ഈ ഭൂവനർത്ഥം, അതിനെയാണ് എന്ത് പറയാ? വ്യഭിചാരി. ഇപ്പൊ ഒരാൾ ഉണ്ടായിട്ട് വേറെ ആളെടുത്ത് പോകുന്നവനെയാണ് വ്യഭിചാരി പറയും. അവ്യഭിചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നിലേക്ക് മൈൻഡിനെ പോവാൻ അനുവദിക്കുക. അതായത് ആ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ മൈൻഡിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് അതിൽ എൻജോയ് ചെയ്തും അതിൽ എൻഗേജ് ചെയ്തും അതിൽ എന്റർടൈൻ ചെയ്തും അങ്ങനെ ആരാണോ മൈൻഡിനെ പരിശീലിപ്പിക്കുന്നത് ആ ജീവിതത്തിന് അല്ലെങ്കിൽ ആ ധൃതിയുടെ പേരാണ് ഏതാണ്? സാത്വികി. അപ്പൊ സാത്വികി ധൃതി നമുക്കുണ്ടാവണമെങ്കിൽ നിരന്തരമായൊരു യോഗേന എന്ത് വേണം? യോഗ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് എന്താ. ഇത് തന്നെയാണ് ഇംഗ്ലീഷിൽ കുറെ കഴിഞ്ഞ് ഇംഗ്ലീഷ് പ്രോവർബ് പോകുന്നത്, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. ഇത് കൃഷ്ണൻ പണ്ടേ പറഞ്ഞു. നോക്കൂ, കൃഷ്ണൻ പറഞ്ഞതിനപ്പുറമൊന്നും വ്യാസഭഗവാൻ പറഞ്ഞതിനപ്പുറമൊന്നും വേൾഡിൽ ഒരാൾക്ക് പറയാൻ പറ്റില്ല. യോഗേന, യോഗം കൊണ്ട് മാത്രമേ മനുഷ്യന് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ എത്തിക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തത്, യയാത്തു ധർമ്മകാമാർത്താൻ ധൃത്യാധാരയതേർജുന പ്രസംഗേന ഫലാകാംക്ഷി ധൃതി സാ പാർത്ഥരാജസി. യയാ ആരാണോ ധർമ്മ കാമ അർത്ഥാൻ, ഏതൊക്കെയുള്ളൂ? ധർമ്മം, അർത്ഥം, കാമം, അർത്ഥം. അതായത് അവനവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യും, പക്ഷെ അവരുടെയൊക്കെ കണക്കുകൂട്ടലാണ്. എന്തൊക്കെ എനിക്ക് കിട്ടുന്നു, എത്ര കിട്ടുന്നു, അതിലൊക്കെ ഓവറായിട്ട് ഇൻഡൽജ് ചെയ്തിട്ട് അവർ എൻജോയ് ചെയ്യല്ല, അവരത് ഇൻഡൽജ് ചെയ്യുക. ഇൻഡൽജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു എക്സൈറ്റ്മെന്റ്. ഒരു എക്സൈറ്റ്മെന്റിൽ അവരുടെ എനർജി അവർ എക്സോസ്റ്റ് ചെയ്ത് ഇൻഡൽജ് ചെയ്ത് അർത്ഥം കുറെ പൈസ കൊണ്ട് അതും ഇതൊക്കെ വാങ്ങിച്ച് അങ്ങനെ എക്സോസ്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന അങ്ങനെ ഒരു നെഗറ്റീവ് ഡിറ്റർമിൻഡ് മൈൻഡ്, ഒന്നും ഒരു കാമനസിനോട് കൂടിയിട്ടില്ല, എല്ലാം വളരെ ഒരു അഗ്രസീവായിട്ട് ജീവിതത്തെ കൊണ്ട് നടന്ന് അതാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് ആ ഒരു ഡിറ്റർമിനേഷനോടുകൂടി ജീവിക്കുന്ന ആ മൈൻഡിനെയാണ് പ്രസംഗേന. പ്രസംഗം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ അവരിങ്ങനെ അവരുടെ സുഖവും സന്തോഷവും പറയും. ഉള്ളിന്റെ ഉള്ളിൽ അവർക്കറിയാം ഇത് വെറും ഗോസിപ്പാണ്, ഒന്നും സത്യത്തിൽ ഉള്ളതല്ല. പുറമേക്ക് അവരിതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ഒരു കാര്യമാണ്, പക്ഷെ ഉള്ളിൽ അവര് ബിഗ് സീറോ ആയി. ആ തരത്തിൽ പ്രസംഗേന ഫലകാംക്ഷി, വീണ്ടും അവർ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? നാളെ ഇതെല്ലാം എനിക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവരറിയുന്നില്ല അവരുടെ ഈ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള മൈൻഡ് കൊണ്ട് അവർക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ജീവിതമാണ് എല്ലാം എക്സ്ട്രോവേർട്ടഡ് ആൻഡ് അഗ്രസീവാണ്. എന്തും എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഒരു അഗ്രസീവ് മൈൻഡിനും ഒന്നും ഒരു കാമനസിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻജോയ്മെന്റ് എന്ന് പറയുന്നത് തന്നെ അവർക്ക് അറിയുന്നില്ല. ഒരു കാര്യം നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ മൈൻഡ് വളരെ പീസ്ഫുൾ ആണ്. നിങ്ങൾ ഈ സിനിമാ തിയേറ്ററിൽ പോയി, ഞാൻ പോവാറില്ല, പക്ഷെ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. എല്ലാം ഐമാക്സും ഈ മറ്റുള്ള തിയേറ്ററിലൊക്കെ പോയി ഒരു 500 1000 രൂപയ്ക്കാണ് അല്ലെ കാര്യം കടന്ന് അവർക്ക് സിനിമക്ക് അങ്ങോട്ട് തുടങ്ങേണ്ട താമസമുള്ളൂ. പിന്നെ നിങ്ങൾ കാണുന്നത് എന്താ അറിയാം? യോഗയിലാണ്. അതിൽ സിനിമ കാണുന്നത് വെറും 5%. ബാക്കി എല്ലാം പിന്നെ ഓരോരുത്തരെ വിളിച്ചുണർത്തണം. കാരണം അത്ര അഗ്രസീവായി ജീവിച്ച് കുറച്ചു നേരം മനസ്സിനെ ഒരു പിടിച്ചു നിർത്താൻ പോലും സാധിക്കും.
എന്നാൽ ഈ കാര്യത്തിൽ പണ്ടുള്ളവരാണ് ശരിക്കും എൻജോയ് ചെയ്തത്, അല്ലെ? പഴയ കാലത്ത് തിയേറ്ററിലുള്ള ആള് പോയി കഴിഞ്ഞാൽ ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് വിസിലടിച്ചും അതിൽ ഇൻവോൾവ് ചെയ്തും അവർ എൻജോയ് ചെയ്തിരുന്നു. ഇന്ന് ഇത്രയും ഫെസിലിറ്റി ഉണ്ടായിട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയാണോ എനിക്കറിയില്ല, നിങ്ങളൊക്കെ പോകുന്നവരല്ലേ, അങ്ങനെയല്ലേ? കുറെ കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഉള്ളവരെ തന്നെ നോക്കിക്കോളും. ശബ്ദം ഇങ്ങനെ കേൾക്കാൻ പറ്റും, ഇത് ഈ കൂർക്കം വലിയുടെ ശബ്ദം. കാരണം അത് എൻജോയ് ചെയ്യാനുള്ള ഒരു പീസ്ഫുൾ മൈൻഡ് അവർക്ക് ഇല്ല. അതിപ്പോ കുറഞ്ഞു 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 വരും. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മനസ്സിലോ ഹാപ്പിയല്ല. അതായിരിക്കാം മനുഷ്യൻ കൂടുതൽ ഡ്രിങ്ക്സിലേക്കും മറ്റു കാര്യത്തിലേക്കും, കാരണം അവന്റെ മൈൻഡ് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ. അതാണ് മനുഷ്യനൊന്ന് കൂടുതൽ ആൽക്കഹോളിക്കാവും. ഈ ആൽക്കഹോൾ വരേണ്ട കാര്യം എന്താണ്? മൈൻഡിനെ അവന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ പറ്റും. മൈൻഡ് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന കഴിവുള്ളവന് ആൽക്കഹോളിന്റെ കാരണം ആൽക്കഹോളിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് അതാണ്, മൈൻഡിനെ കാം ഡൗൺ ചെയ്യലാണ്, മൈൻഡ് കാമാക്കാൻ ആണോ? അതിനല്ലേ മനുഷ്യൻ അതിന്റെ പിന്നാലെ. ഈ തരത്തിൽ ബ്രെയിൻ കേടുവരുത്തിയിട്ടുള്ള ആൽക്കഹോളിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള സാധനത്തിന്റെയോ അതല്ലാതെ സ്വയം മനസ്സിനെ പീസ്ഫുൾ ആക്കാനുള്ള ഒരു ഡിറ്റർമിനേഷൻ അവന് ഇല്ല. ഏതാണ്? ധർമാർത്ഥകാമാൻ ചെയ്യുന്ന പണി വളരെ എക്സോസ്റ്റഡ് ആയിട്ടും വളരെ ഓവർ എന്തൂസിയാസ്റ്റിക് ആയിട്ടും എത്ര പണം എന്ത് സമ്പത്ത് കിട്ടുന്നു അല്ലെങ്കിൽ അതൊക്കെയാണ് അവരുടെ അർത്ഥാൻ പണം. പിന്നെ കിട്ടുന്ന കുറെ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ടുള്ള കുറെ എൻജോയ്മെന്റ്, ബാറിലോ ക്ലബിലോ അവിടെ ഇവിടെയൊക്കെ പോയി അല്ലെങ്കിൽ DJ അതൊക്കെ ചെയ്തുള്ള ഒരു എൻജോയ്മെന്റ്, അല്ലാതെ സ്വന്തം മനസ്സിനെ പീസ്ഫുൾ ആക്കിയിട്ടുള്ള എൻജോയ്മെന്റ്. ഈ തരത്തിൽ ഇങ്ങനെ പറഞ്ഞു നടന്ന് ഇതാണ് ലൈഫ് എന്ന് തെറ്റിദ്ധരിച്ച് അതിൽ തന്നെ മനസ്സ് വെച്ചതൊക്കെ നാളെയും ഉണ്ടാവും എന്ന് കരുതി ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കും അവസാനം അവരെ മരുന്നത്. അതുകൊണ്ടാണ് സെയിന്റ് ഹൂ സോൾഡ് ഹിസ് ഫെരാരി എന്നൊരു നോവൽ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? അവസാനം വലിയൊരു ബിസിനസ്സുകാരൻ അയാളുടെ എല്ലാം വിറ്റിട്ട് അവസാനം ഇതൊന്നും അല്ല ജീവിതം, ഇതിനൊക്കെ അപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉൾവലിഞ്ഞു പോകുന്നു. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആഫ്റ്റർ ദിസ് വാട്ട് ആർ യു ഗോയിങ് ടു ഡു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിതൊക്കെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് വിട്ടെന്റെ ജീവിതം സന്യാസത്തിലേക്ക്, ഞാനിതിലേക്കൊന്നല്ല ഇനി പോകുന്നത്. അപ്പൊ ഇതൊക്കെ വിട്ടിട്ട് ഒന്നുമില്ലാത്തൊരു ലോകത്തിലേക്ക്. നിങ്ങൾ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ ഇന്ത്യയിലെ രാജാക്കന്മാർ അങ്ങനെ ചെയ്യും, അല്ലെ? രാജാക്കന്മാർ അങ്ങനെ ചെയ്യും. അവസാനം രാജ്യം മുഴുവൻ മക്കൾക്ക് കൊടുത്ത് ഒന്നുമില്ലാതെ ഉടുത്തൊരു വസ്ത്രവുമായി നേരെ കാട്ടിൽ പോയി അവിടെ ഇരുന്ന് ജ്ഞാനനിരതരായി ജീവിതം ധന്യമാക്കുമ്പോൾ അപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ട് മൈൻഡിന് വേറൊരു ലെവലുണ്ട്, മൈൻഡിന് വേറൊരു ഡയമെൻഷൻ ഉണ്ട്, അതിലേക്ക് മൈൻഡിനെ ഉണർത്തണം. ഈ രാജസീക കൃതി ഡിറ്റർമിനേഷൻ അത് വളരെ ഹൈബ്രിഡ്, വളരെ വൈബ്രന്റ് ആൻഡ് ഹൈബ്രിഡാണ്. അത് ഹൈബ്രിഡ് സാധനം. അത് കാണുമ്പോൾ വലിയൊരു പൊങ്ങച്ചം പോലെ തോന്നും, പക്ഷെ ഉള്ളു വെറും. ഈ ഹൈബ്രിഡ് സാധനങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, അതിന്റെ രുചി നാടൻ സാധനങ്ങളെക്കാൾ വളരെ കുറവാണ്. മത്തന്റെയൊക്കെ വലിപ്പം കണ്ടിരിക്കും, ഉന്മത്തനെ പോലെയാണ്. കുമ്പളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മൈ ഗോഡ് ഇത്രയും വലിയ കുമ്പളം, പക്ഷെ പഴയ കുമ്പളത്തിന്റെ ഒരു രുചി പോലും ഇല്ലാതെ ഈ സാധനങ്ങളൊക്കെ ഹൈബ്രിഡ്. ഇതൊക്കെ ഇപ്പൊ ഹൈബ്രിഡാണ്. ഒരു തരത്തിൽ ഒരു ഷോ കാണിച്ച് അങ്ങനെ ജീവിക്കുന്ന ആൾ. സാ പാർത്ഥ രാജസി യയാ സ്വപ്നം ഭയം ദുഃഖോകം വിഷാദം മതമേവ ച ന വിമുഞ്ചതി ദുർമേധാ താമസി. ഇനി അടുത്ത ഗ്രൂപ്പ് ഉണ്ട്, ഇവര് ഒരു എക്സൈറ്റഡ് ഗ്രൂപ്പാണ്. മറ്റേതാണെങ്കിലോ സ്വപ്നം, എപ്പോഴും സ്വപ്നത്തിലാണ്. നാളെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് കാത്തിരിക്കുക, എന്നും അപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരിക്കുക. അവസാനം കല്യാണ സമയത്ത് ചോദിച്ചു വാട്ട് ഈസ് യുവർ ജോബ്? ഞാൻ ന്യൂസ് പേപ്പറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ജോലി? അല്ല, ജോലി കിട്ടുമോ എന്ന് ന്യൂസ് പേപ്പറിൽ നോക്കുന്നതാണ് ഇയാളുടെ ഏറ്റവും വലിയൊരു ജോബ്. ഈ തരത്തിൽ എന്നും ഇമാജിനറി ജീവിതം കൊണ്ട് നടന്ന് ഭയം, ശോകം, മനസ്സെപ്പോഴും ലോ ലെവലിൽ, എപ്പോഴും ഒരു കാര്യം ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഇല്ല, വിഷമം, ദുഃഖം, വിഷാദം,
ഈ തരത്തിൽ വിമുഞ്ചതി ദുർമേധ, ഇതൊന്ന് വിട്ടിട്ടൊരു ജീവിതത്തിലേക്ക് മാറാൻ ആരെങ്കിലും പറഞ്ഞാൽ വെരി റിലാക്സ്ഡ്, അത്ര അഡമന്റ് ആയിട്ട്, വെരി വെരി നെഗറ്റീവ്. ഒരു തരത്തിലും അവരുടെ ജീവിതം വിടാൻ അവര് തയ്യാറാണ്. ആ തരത്തിലൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ജീവിക്കുന്ന ഒരു ചേഞ്ചിന് ഒരിക്കലും തയ്യാറില്ല. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഒരിക്കലും ഞാൻ ലേറ്റ് ആയിട്ട് എണീക്കുന്നു, ഒക്കെ ലേറ്റ് ആയിട്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുള്ളൂ, ഇങ്ങനെയൊക്കെ ചെയ്യും. ആ ഒരു നെഗറ്റീവ് ഡിറ്റർമിനേഷനിൽ ജീവിക്കുന്ന ആളുകളെയാണ് കമാൺ താമസി. അതാണ് കുടുംബ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. ഓരോരുത്തരും ഒരു ലൈഫ് ഡെവലപ്പ് ചെയ്താൽ പിന്നെ അത് കല്യാണം കഴിഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ ആ ലൈഫ് സ്പോയിലാണ്. കാരണം വളരെ താമസിക്കാതെ ജീവിച്ച് എങ്ങനെയൊരു ജോലിയൊക്കെ കിട്ടിക്കാണും, ബുദ്ധി എങ്ങനെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മെന്റലി വളരെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടും ഒരു നെഗറ്റീവായി ചിന്തിച്ചും അന്ധമായി പലതും വിശ്വസിച്ചും അതിലൊക്കെ ജീവിക്കുന്ന ആളുകൾ കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സെൽഫ് സ്പോയിലിംഗ് മാത്രമല്ല, മറ്റുള്ളവരെയും സ്പോയിൽ ചെയ്യും. അതുകൊണ്ട് കൃഷ്ണൻ പറയുന്ന ഈ കൃതി, ഏത് ഈ താമസി കൃതി, അത് വളരെ ഡിസ്ട്രക്റ്റീവാണ്. ഒരു കുടുംബ ജീവിതം ഡിസ്ട്രക്ട് ചെയ്യാൻ അത് മാത്രം മതി. ഏത് അതുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോഴല്ല ജാതകമല്ല നോക്കേണ്ടത്, ഇതൊക്കെ നോക്കണം. അവരോട് ചോദിക്കണം, ധൃതി, താമസിക്, രാജസിക്, സാത്വിക്, ബുദ്ധി, ഇതൊക്കെ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുക. ഏത് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കിനി പുതിയ ജാതകം ഉണ്ടാക്കാം. ആളുകൾക്ക് കല്യാണത്തിന് മുമ്പ് കൊടുക്കേണ്ട ഒരു ക്വസ്റ്റ്യനെയർ, നിങ്ങൾ സാത്വിക് ബുദ്ധിയാണോ രാജസിക് ബുദ്ധിയാണോ, അപ്പൊ അതിന്റെ ക്വാളിറ്റീസ് എടുക്കണം. ഇതൊക്കെയാണ് അതിലുള്ളത്. താമസിക് ബുദ്ധിയാണോ, ഇനി ധൃതി, സാത്വിക് ധൃതിയാണോ രാജസിക് ധൃതിയാണോ സാത്വിക്, ഇതൊക്കെ ടിക്ക് ചെയ്ത് തരാം. എന്നിട്ട് ഇത് പാരലൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നമുക്കൊരു പുതിയ ജാതകം ഉണ്ടാക്കിയാൽ എന്താ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നല്ലതാണ്? അല്ല, ഞാൻ തമാശയിൽ ചോദിക്കണം, ശരിയല്ലേ? മറ്റേത് നമ്മളെ 10ൽ 8 പൊരുത്തവും 8 മിനിറ്റിൽ 10 പ്രാവശ്യം എഴുതി കൂടുന്നത്, അത് ഹൊറോസ്കോപ്പ് അല്ല, അത് ഹൊററാണ്. ഇതാണ് ശരിക്കുള്ള ഹൊറോസ്കോപ്പ്. ഇത് അവരുടെ ഫ്യൂച്ചർ സ്കോപ്പാണ്, ഇത് അവരുടെ ലൈഫ് സ്കോപ്പാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്നർ സ്കോപ്പാണ്. അവർക്ക് ഒരു നല്ല ജീവിതം നയിക്കാനുള്ള സ്കോപ്പ്. അതല്ലേ, ദർ ഈസ് എ സ്കോപ്പ് ഫോർ ഹയർ ലൈഫ്. മറ്റേത് ഹോപ്പ്ലെസ് സ്കോപ്പാണ്. അതുകൊണ്ട് നമുക്കൊരു എന്താണ്, ഒരു ഹൊറോസ്കോപ്പ് അല്ല, എന്താണ് ഇതിന് പറയാ, ഹൊറോസ്കോപ്പ് നമുക്ക് ഉണ്ടാക്കണം. ഈ ക്വസ്റ്റ്യനെയർ എന്നിട്ട് കല്യാണത്തിന് മുമ്പ് ഒന്ന് ചോദിച്ചിട്ട്, ഇപ്പൊ ഈ കോവിഡ് കാലത്ത് നിങ്ങൾ ഹെൽത്ത് ഡിക്ലറേഷൻ ഒപ്പിട്ടില്ലേ? അങ്ങനെ റെഡ് സോൺ എന്നാണോ, ബ്ലൂ സോൺ എന്നാണോ, യെല്ലോ സോൺ എന്നാണോ, വൈറ്റ് സോൺ എന്നാണോ വരുന്നത് ഒക്കെ നോക്കണേ എഴുതുള്ളൂ. വേറെ കാര്യം, ഏത് സോണെന്നാണ് നമുക്ക് ഇനി അറിയാം. എന്നും പോലെ നമ്മളിതിങ്ങനെ ടിക്കറ്റ് കൊടുക്കുക. ഏത് സാത്വികാണോ രാജസികാണോ സാത്വികാണോ, വേണ്ടതാണോ? കേട്ടിട്ട് നല്ലതായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി കൃഷ്ണൻ പറയണു, ഇത് മാത്രമല്ല, സുഖത്തിലുമുണ്ട് 3 സുഖം. കൃഷ്ണൻ വിടുന്നില്ലേ? നോക്കൂ നിങ്ങൾ, ഈ 3 കുറെ നേരം പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ കൃഷ്ണൻ പറഞ്ഞു, നാളെ കൂടി 3 പറയുള്ളൂ. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക്കേശീ നിഷൂദന. ശ്രീഭഗവാനുവാച ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഗുണതത്രിവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ. പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാ വേത്തി
ബുദ്ധി സാ പാർത്ഥ സാത്വികീ യയാ ധർമ്മമധർമ്മം ച കാര്യം ച കാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധി സാ പാർത്ഥ രാജസീ അധർമ്മം ധർമ്മമിതി അധർമ്മം ധർമ്മമിതിയാം മന്യതേ തമസാവൃതാം സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധി സാ പാർത്ഥ താമസീ ധൃത്യാ യയാ ധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയാം യോഗേനാവ്യഭിചാരിണ്യാം ധൃതി സാ പാർത്ഥ സാത്വികീ യയാ തോ ധർമ്മകാമാർത്ഥാൻ ധൃത്യാ ധാരയതേർജുന പ്രസംഖേന ഫലാകാംക്ഷി ധൃതി സാ പാർത്ഥ രാജസീ യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മദമേവ ച ന വിമുഞ്ചതി ദുർമേധാ ധൃതി സാ പാർത്ഥ താമസീ സുഖം ത്വിതാനിം ത്രിവിധം ശൃണു മേ ഭരതർഷഭ അഭ്യാസാൽ രമതേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി. ഈ ശ്ലോകമാണ് നമ്മൾ എടുക്കാൻ എത്തി നിൽക്കുന്നത്. നമ്മൾ ഈ ഭഗവത്ഗീത വായിക്കുമ്പോഴൊക്കെ എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ഉള്ളിൽ ആ പിക്ചർ ഉണ്ടാവും. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദിസ് ഭഗവത്ഗീത ഓർ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്? എന്താണ് സ്പിരിച്വാലിറ്റി? ആ ഒരു കൺവിക്ഷൻ ആണ്. എങ്ങനെ നമുക്ക് ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? അപ്പൊ ഭഗവത്ഗീതയുടെ ഇംപ്ലിക്കേഷൻ എന്താണ്? വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റിലീജിയൻ മനുഷ്യനെ പഠിപ്പിക്കുന്നത് ബേസിക്കലി സെമിറ്റിക് റിലീജിയൻ. God has created the world, so God has created the human, so we are all the product of God. ഒരു വശത്ത് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് സെമിറ്റിക് റിലീജിയൻ. വേറൊരു ഭാഗത്ത് സയൻസ് പഠിക്കുക the product of nature. After all, the nature has evolved and through the evolution and you also came into existence. ഇവിടെ ഒരു വശത്ത് സയൻസ് പറയുന്ന എവല്യൂഷൻ ഉണ്ട്, വേറൊരു വശത്ത് റിലീജിയൻ, ഞാൻ പറയുന്ന സെമിറ്റിക് റിലീജിയൻ പഠിപ്പിക്കുന്ന ക്രിയേഷൻ തിയറി. ഹിന്ദുയിസം ഇത് രണ്ടും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ എവല്യൂഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, സയൻസിന്റെ എവല്യൂഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, പക്ഷെ ഹിന്ദുയിസം അവിടെ കൊണ്ട് ലിമിറ്റ് ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ നമ്മൾ നോക്കുകയാണ്, ഇപ്പൊ പക്ഷികൾ അവർക്കൊക്കെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അവരവരുടെ നെസ്റ്റുകൾ പണിയും. അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു നാച്ചുറൽ അവരുടെ ഒരു എൻവയറമെന്റൽ സ്റ്റിമുലീസിനപ്പുറം അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. അവരതിൽ കൺഫൈൻഡ് ആണ്. അവരുടെ ജീവിതം അങ്ങനെയാണ്. ഇനി വേറൊരു വശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന് നേച്ചറിനെ അവൻ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അവന്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ ഫ്രം ദ നത്തിങ് ഹി ക്രിയേറ്റഡ് എവരിത്തിങ്. നത്തിങ് മീൻസ് ഈ ഫ്രം ദ ബോട്ടം ടു ദ ടോപ്പ്. അപ്പം അങ്ങനെ മനുഷ്യൻ സ്റ്റോർ ചെയ്തിൽ നിന്നും മെഷീൻ ഏജിലേക്കും പിന്നെ അങ്ങനെ ഇവോൾവ് ചെയ്ത് നമ്മൾ ഇന്നത്തെ ടെക്നോളജി വേൾഡിലേക്ക് എത്തിയപ്പോൾ അത് അവൻ്റെ ഒരു സർവൈവൽ, അവൻ്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള നേച്ചർ കൊടുത്തുള്ള ഒരു ഗിഫ്റ്റിനെ അവൻ എക്സ്പ്ലോർ ചെയ്തു. അത്രയും. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തിൽ ഇവിടെ സയൻസ് എത്തിച്ചു നിൽക്കുന്ന ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള മനുഷ്യന്റെ ഒരു എവല്യൂഷൻ,
വേറൊരു വശത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ലൈഫിന്റെ റിയാലിറ്റി മനസ്സിലാക്കുന്നത് മനുഷ്യന് ഇതൊക്കെ ഉണ്ടായാലും മെന്റലി മനുഷ്യൻ ഫുള്ളി ഹാപ്പി അല്ല. മനുഷ്യൻ മെന്റലി ഒരു പീസ്ഫുൾ അല്ല. വളരെ റെസ്റ്റ്ലെസ് ആയി, അഗ്രസീവായി, ചിലർ വളരെ നെഗറ്റീവായിട്ട്. അങ്ങനെ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലേക്ക് വരാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, വേറെ ചിലർ ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന കണ്ടെത്തലുകൾ തന്നെ ഡിസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കും. ഇപ്പോഴത്തെ മോഡേൺ നമ്മൾ കാണുന്ന കുട്ടികളുടെ ഇടയിലുള്ള അഡിക്ഷൻസ്, ഇത് അവരുടെ ഫ്യൂച്ചറിനെ വളരെയധികം ബാധിക്കുന്നു. അപ്പൊ ഏത് തരം ലൈഫാണ് ശരിക്കും വേണ്ടത് മനുഷ്യന്? ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സയൻസ് തന്നിരിക്കുന്ന ഒരു വിഷൻ, ലൈഫ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, ഇതും വേറെ വശത്ത് ഈ റിലീജിയൻ തന്നിരിക്കുന്ന ഇതെല്ലാം ഗോഡ് ക്രിയേറ്റഡ് ആണെന്നുള്ളൊരു തോട്ടം. ഇതാണ് ഇപ്പൊ രണ്ടെണ്ണം ലോകത്തിലുള്ളത്. എന്നാൽ ഹിന്ദുയിസം പഠിപ്പിക്കുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സയൻസിന്റെ എവല്യൂഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡിസ്കവറീസും എല്ലാം വേണം മനുഷ്യൻ. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈ വേൾഡില് ഒരു ഹാർമണി ഇല്ലെങ്കിൽ, ഒരു പീസ്ഫുൾനെസ് ഇല്ലെങ്കിൽ, എല്ലാവരും തമ്മിൽ ഒരു പരസ്പര കോപ്പറേഷൻ, കോർഡിനേഷൻ ഇല്ലെങ്കിൽ ഈ ഡിസ്കവറി കൊണ്ടൊന്നും കാര്യമില്ല. അപ്പൊ അതാണല്ലോ ഇപ്പൊ നമ്മൾ നോക്കും, ഇത്ര റഷ്യ ആൻഡ് ഉക്രൈൻ വാർ, അതുപോലെ പല വാറുകളും. ഇപ്പൊ ചൈന തന്നെ നമുക്കൊരു വലിയ ത്രെട്ട് ഉണ്ടാക്കിയിരിക്കുക. നമ്മുടെ ബോർഡറിലൊക്കെ എത്ര ആയുധങ്ങളെ കൊണ്ട് വെക്കേണ്ടി വന്നിരിക്കുന്നത്. ഈ ടെക്നോളജി മുഴുവൻ നമ്മൾ വെപ്പണാക്കി മാറ്റി അവസാനം ഇത് ഡിസ്ട്രക്റ്റീവ് ആക്കി മാറ്റി. ആണോ അല്ലയോ?